തമിഴ്നാട്ടിൽ വീണ്ടും ട്വിസ്റ്റുകൾ നടക്കുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. എങ്കിൽ വിജയ് ഭൂരിപക്ഷം തെളിയിച്ചതിന് ശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തിയാൽ മതിയെന്നാണ് അന്തിമമായി ഗവർണർ ഇപ്പോൾ പറയുന്നത്. 108 സീറ്റുകൾ നേടിയാണ് ടി.വി.കെ കരുത്ത് കാട്ടിയത്. കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണ്ട സാഹചര്യത്തിൽ 5 സീറ്റുകളുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടു പിന്നാലെ 2 സീറ്റുകളുള്ള വി.സി.കെ കൂടി ഒരു പിന്തുണ പ്രഖ്യാപിച്ചതോടെ വിജയുടെ പക്ഷ അംഗബലം 115 ഉയർന്നു. ഭൂരിപക്ഷത്തിന് ഇനിയും 3 സീറ്റുകളുടെ മാത്രം കുറവാണുള്ളത്. നിലവിൽ ഇപ്പോൾ ടി.വി.കെ നേതാക്കൾ, അതായത് ടി.വി.കെയുടെ മുതിർന്ന നേതാക്കൾ മറ്റ് പാർട്ടികളിലുള്ള നേതാക്കൾക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടി.വി.കെയിൽ വന്നാൽ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരാം എന്നുള്ളൊരു ഓഫറും കൂടെ വെച്ചിട്ടുണ്ട്. 3 പേരെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു നീക്കം ടി.വി.കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 14 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്നാണ് വിജയ് ഗവർണറുമായി ചർച്ച നടത്തിയത്. ഇന്നലെയും ചർച്ച നടത്തി, അത് എങ്ങുമെത്തിയില്ല. ഇന്ന് രാവിലെയും അരമണിക്കൂറോളം ചർച്ച നടത്തി. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം വന്നത്. അപ്പോൾ തമിഴ് മാധ്യമങ്ങളടക്കം വിജയെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചെയ്യും, അങ്ങനെ ഒരു ധാരണ ഗവർണറുമായി ഉണ്ടാക്കി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് അവസാനത്തോടെ ലോക്ഭവൻ തന്നെ അത് തെറ്റാണ്, അങ്ങനത്തെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതായത് ഭൂരിപക്ഷം മുഴുവനായി തെളിയിച്ച രേഖകളുമായി വരാനാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞിട്ടുള്ളത്. 118 MLA-മാരുടെ പിന്തുണ വ്യക്തമാക്കുന്ന കത്ത് ഹാജരാക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കർശനമായ നിർദ്ദേശമാണ് വിജയ്ക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പിന്തുണ കത്ത് ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് തുടർച്ചയായ 2ാം ദിവസവും ഗവർണർ വിജയെ മടക്കി അയച്ചതോടെ തമിഴകത്തെ രാഷ്ട്രീയം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. MLA-മാരുടെ പിന്തുണ ഉറപ്പുവരുത്തുന്ന കത്ത് നിർബന്ധമായും നൽകണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയാണ്. വിജയ് വന്ന് വാക്കാൽ പറഞ്ഞാൽ കാര്യമില്ല, കത്ത് MLA-മാർ പിന്തുണയ്ക്കുന്നു എന്നൊരു കത്ത് എൻ്റെ മുന്നിലേക്ക് വച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള അനുമതി ഞാൻ തരാമെന്നാണ് ഗവർണർ പറയുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട MLA-മാരുടെ പിന്തുണ ഉറപ്പുവരുത്താനാകാത്തതിനെ തുടർന്ന് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു അനിശ്ചിതത്വത്തിലായി കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെയും ഇടതുകക്ഷികളുടെയും സഹായം ടി.വി.കെ തേടിയെങ്കിലും കോൺഗ്രസ് മാത്രമാണ് നിലവിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗും CPM, CPI പാർട്ടികളുടെ പിന്തുണ ഇതുവരെ അവർ വിജയ്ക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ വിജയ് ഗവർണറെ കണ്ടപ്പോൾ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ MLA-മാരുടെ പിന്തുണ രേഖാമൂലം നൽകാൻ വിജയ്ക്ക് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് വിജയ് വീണ്ടും ഗവർണറെ കണ്ടത്. ഇത്തവണയും പിന്തുണയ്ക്കുന്ന അംഗങ്ങൾ ഒപ്പിട്ട കത്ത് വിജയ് ഹാജരാക്കിയില്ല. ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഭാവി സഖ്യത്തെക്കുറിച്ചും ഗവർണർ വിജയോട് ചോദിച്ചറിഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2 ഇടത് പാർട്ടികളുടെയും 2 പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നും ഇവരിൽ 6 MLA-മാരുണ്ടെന്നും ടി.വി.കെ ഗവർണറോട് വ്യക്തമാക്കി. വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ താൻ തയ്യാറാണെന്ന് വിജയ് ഗവർണറെ അറിയിച്ചു. തുടർന്നാണ് പിന്തുണ വ്യക്തമാക്കുന്ന കത്തുമായി വരാൻ ഗവർണർ നിർദ്ദേശം നൽകിയത്. എന്നാൽ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഗവർണർ ആവശ്യപ്പെട്ടതിനെതിരെ വിജയ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുവെന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഹയോട് ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയതായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.